ലാലേട്ടനെ 4 വട്ടം ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? ഇപ്പൊ ലാലേട്ടനെ പറ്റിയ ആളുകൾ ഉത്തരങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു നയതന്ത്രം, അതങ്ങനെയല്ലേ മോനെ, അത് ഹാപ്പനിങ് അല്ലേ മോനെ. അത് ഇപ്പോൾ 4 വട്ടം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഇത് പഠിച്ചിട്ടുണ്ടാവും, ഒരു രീതി, ഇദ്ദേഹം ഇങ്ങനെയായിരിക്കും ഉത്തരം പറയാതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം ചോദിക്കണം. തന്മാത്രയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് 10 മിനിറ്റ് ദൂരദർശൻ ഇൻ്റർവ്യൂ കൊടുത്തത്. 10 മിനിറ്റ്. ഞങ്ങൾ 7:30 ചെല്ലുന്നു, 7:40 നിർത്തുന്നു ഇൻ്റർവ്യൂ. ഞങ്ങൾ 6:30 അവിടെ ചെല്ലണം. സാർ 7:30 ഇറങ്ങി വരും, 7:40 വരെ ഇൻ്റർവ്യൂ. ഇതാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ബ്രീഫ്. അതിനും ഈ പറഞ്ഞ പോലെ ഞാനൊരു 200 പേജ് നോട്ട്ബുക്ക് മുഴുവൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അദ്ദേഹം ഇങ്ങനെ നന്നായി വായിക്കും അല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ അറിയാം ഞാൻ വായിക്കുന്നത് എങ്ങനെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വായിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറിയാണ്. ഓ ശരി. അപ്പോൾ അത് വായനയെക്കുറിച്ച് അപ്പോൾ പുള്ളി ഓപ്പൺ അപ്പ് ചെയ്യും. അപ്പോൾ റോബിൻ ശർമ്മ അത് ഇതെന്നൊക്കെ. അതുപോലെ വരയ്ക്കുന്നതിൻ്റെ നമ്പൂതിരിയായിട്ടുള്ള ബന്ധം, പെയിൻറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഞാൻ അങ്ങനെ നമ്പൂതിരിയായിട്ടുള്ള ബന്ധം അത് സ്പെസിഫിക് ആയിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കും. ഓക്കെ സ്പെസിഫിക് ആയിട്ട് എന്താണ് ഞാൻ ആ പറയുന്നതിൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പം അങ്ങനെ ആ ഇൻ്റർവ്യൂ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ 10 മണിക്ക് ഇൻ്റർവ്യൂ ബ്രേക്ക് ചെയ്തത്. ഇടയ്ക്ക് വെച്ച് 8:30 9 മണിക്ക് 8:30 ബ്രേക്ക് ചെയ്ത് 10 മിനിറ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനം കഴിഞ്ഞ് പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് 10 മണിക്കാണ് സാർ ആ ഇൻ്റർവ്യൂ. 2 മണിക്കൂറായിട്ടാണ് ദൂരദർശനിൽ ആ ഒരു ഈദിൻ്റെ അന്ന് ടെലികാസ്റ്റ് ചെയ്തത്. ഒരു ദിവസം പിറ്റേ ദിവസം 1 മണിക്കൂറായിട്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്താൽ സംസാരിക്കും. വണ്ണം കുറേ കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ ആദ്യത്തെ, രൂപത്തെക്കുറിച്ച്. അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി അപ്പോൾ തന്മാത്രയുടെ അഭിനയം, അങ്ങനെ ഓരോ എൻ്റെ ന്യൂവാൻസസിനെ കുറിച്ചും, അപ്പം ഈ പറയുന്ന തിയറീസിനെ കുറിച്ചും സാറ് പ്രോസസ്സിനെ കുറിച്ചും എല്ലാം, ഇരുവറിനെ കുറിച്ച് കുറേ നേരം സംസാരിച്ചു. ഇരുവറിൻ്റെ പ്രധാനപ്പെട്ട ഷോട്ടുകളെക്കുറിച്ച്, ഒരു റൗണ്ട് ട്രോളി ഷോട്ടിനെ കുറിച്ച്, കാലെടുത്ത് വെക്കുന്ന ഷോട്ടിനെ കുറിച്ച്, മണിരത്നമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. പിന്നത്തെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പത്മപ്രിയായിട്ടുള്ള വടക്കുന്നാഥൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷനായിരുന്നു. അത് ഇൻ്റർവ്യൂ ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ അറബി ഒട്ടകത്തിൻ്റെ ഒരു പ്രൊമോഷൻ, പിന്നെ ഒരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. അത് 2007 ജാനുവരി 1 ലാസ്റ്റ് ഇൻ്റർവ്യൂ. അതൊരു ന്യൂ ഇയറിന് വന്ന ഇൻ്റർവ്യൂ. മമ്മൂക്കയായിട്ട് പ്രജാപതി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഉത്തരങ്ങൾ എങ്ങനെയായിരുന്നു? അദ്ദേഹം എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നത്. നമുക്കിനി അടുത്ത് ഇങ്ങനെ അപ്പം എങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ ചോദിച്ചു അതൊക്കെ അങ്ങനെയൊക്കെ. അന്ന് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു, എനിക്ക് ഭയങ്കര എന്നെ അറിയാമല്ലോ, ഞാൻ കയറിയിരുന്നേ. എൻ്റെ ഞങ്ങളുടെ ചെയർമാൻ അല്ലായിരുന്നു, എന്നെ പരിചയം ഉണ്ടായിരുന്നു. ഷോ ഒക്കെ ചെയ്യുമ്പോൾ താഴെ വന്നിരിക്കുമായിരുന്നു, ഞങ്ങളുടെ താഴെ ഫ്ലോറിൽ വന്നിരിക്കുമായിരുന്നു. എന്തൊക്കെ സംസാരിക്കാൻ കളിയാക്കോ കൂടുതൽ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ ഇൻ്റർവ്യൂ ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു. എല്ലാ ഇൻ്റർവ്യൂവും കാണുകയൊക്കെ ചെയ്യും, സകല ഇൻ്റർവ്യൂ കാണും. നീലത്താമര കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഉള്ളായിരുന്നു കേട്ടോ അഭിനയം അങ്ങനെയൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഞങ്ങളുടെ മോർണിംഗ് ഷോയുടെ സെറ്റുകൾ ഇങ്ങനെ മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വിഷ്ണു, നല്ല മനുഷ്യനാ. ഇപ്പൊ പറഞ്ഞാൽ എല്ലാം കാണും. ചേച്ചിയോട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചേച്ചി ചെയ്ത മറ്റേ ഗ്രേസ് വില്ലാനെ പറ്റിയിട്ടൊക്കെ ചിലപ്പോൾ പുള്ളി പറഞ്ഞു എന്ന് വരും. എല്ലാം അറിയാം, സകലതും അറിയാം. പക്ഷെ എന്നെയൊക്കെ എപ്പോഴും കളിയാക്കുക. അങ്ങനെ ഒരു ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിക്കുന്ന പരിപാടിയൊന്നുമില്ല. എങ്ങനെ അറിയാം, നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഭീഷ്മപർവ്വത്തിൻ്റെ സമയത്ത് എനിക്ക് ഫോട്ടോ ഇല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ. അബുക്ക പറഞ്ഞു അതും എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്, മറ്റേ താടി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കും, പാർവതി ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാനും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകാനോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചമ്മി ഇങ്ങനെ പോവുക. അപ്പോൾ അമ്മക്ക് ഫോട്ടോ ഞാനും കൂടെ എടുത്തിട്ട് അപ്പോൾ അമ്മ ഇങ്ങനെ കാണിച്ചു ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ തിരിച്ച് നടന്നു പോയി. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് എടുത്തില്ലേ, ഞാൻ പറഞ്ഞില്ല നമുക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, വാ ഞാൻ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞില്ല വേണ്ടാന്ന് പറഞ്ഞില്ലേ. എനിക്ക് കുറച്ച് സങ്കടമൊക്കെ വന്നു. അടുത്ത അമ്മയുടെ മീറ്റിങ്ങിന് ഇവാ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരു സെൽഫി എടുത്തു. എനിക്ക് ആ ഹാപ്പി സർദാറിൻ്റെ സിനിമയിലെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് എടുത്താണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അപ്പം തന്നെ ബാധുക്കെ പറഞ്ഞു വിട്ട് എന്താണ് പ്രശ്നം നോക്കാനൊക്കെ പറഞ്ഞത്. നമുക്കൊരു കാരണവരെ പോലെ നമുക്കൊരു വിഷമമൊക്കെ പറയാൻ പറ്റും. മോഹൻലാൽ മമ്മൂട്ടി ഒരേ സമയം വലിയ താരങ്ങളാവുകയും വലിയ നടന്മാരാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇവർ രണ്ടുപേരും. ഇവർക്ക് ശേഷം ഈ ബൃഹത്താഖ്യാനങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ കാര്യം അത് ഇനി ആരിൽ റിപ്പീറ്റ് ആവും, അല്ലെങ്കിൽ ഇവർക്ക് ശേഷം അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഈ ഒരു കലാമേഖലയിലല്ല പലപ്പോഴും ഇങ്ങനെ 2 എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. പണ്ട് മുഹമ്മദ് റാഫിയാണോ കിഷോർ കുമാറിനെയാണോ ജീവിതകാലം മുഴുവൻ ആൾക്കാർ ചോദിച്ചോണ്ടിരുന്നത് ആരെയാണ് കൂടുതൽ ഇഷ്ടം, ലതാ മങ്കേഷ്കറിനെയാണോ ആശാ ഭോൺസ്ലെയാണോ കൂടുതൽ ഇഷ്ടം.
മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ കൂടുതൽ ഇഷ്ടം? ഇങ്ങനെ എല്ലാ കാലത്തും രജനീകാന്തിനെയാണോ കമൽഹാസനെയാണോ ഇഷ്ടം? എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാവുന്ന, കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന, എന്നുവെച്ചാൽ MGR ആണോ ശിവജി ഗണേശനാണോ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമ ഈ ഒരു ഹീറോ മോഡിൽ നിന്നും മാറി ഇപ്പം ഫഹദിനെ പോലെ ഒരാൾ ഒക്കെ സിനിമയെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ നെഗറ്റീവ് റോളും ചെയ്യും, കഥാപാത്രങ്ങളിലേക്ക് മാറും. അപ്പം അങ്ങനെ ഒരു ഹീറോ മോഡ് പിടിക്കാൻ താല്പര്യമില്ലാത്തൊരു സിനിമ മാറിയത് കൊണ്ട് ഒരു താൽക്കാലികമായ ഫേസാണ്, പക്ഷേ ഇറ്റ് വിൽ കം ബാക്ക്. എപ്പോഴും ഇങ്ങനെ രണ്ടുപേരെ വെച്ചിട്ട് ആൾക്കാർക്ക് തർക്കിക്കാൻ ഇഷ്ടമാണ്. എല്ലാ ജീവിതകാലം മുഴുവനും ആൾക്കാരത് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രത്തിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടും. ഇറ്റ് ഓൾവേസ് കം ബാക്ക്. എല്ലാവർക്കും എല്ലാ കാര്യം ഇപ്പം ഒരു KPS എഴുതുകയാണോ സുകുമാരി അമ്മയാണോ ഇഷ്ടം, എല്ലാ കാലത്തും ഇങ്ങനെ ഒരു ചോദ്യം, ശോഭനയാണോ ഉർവശിയാണോ ഇഷ്ടം, ഇത് എല്ലാ കാലത്തും ഇങ്ങനെ വരുമല്ലോ. അത് മനുഷ്യരുടെ ഒരു സംഭവമാണ്. ഇവരെ ഒന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളെ അല്ല, അല്ലേ? എല്ലാവരും വേറെ വേറെ ലെവലിലുള്ള ആൾക്കാരാണ്. ഒരാൾക്കുള്ള ക്വാളിറ്റി വേറൊരാൾക്കില്ല, വേറൊരാൾക്ക് നമ്മൾക്ക് ടേസ്റ്റിന് ഏത് ചേരുന്നു എന്നുള്ളതല്ലേ. പക്ഷെ അവിടെ ഇങ്ങനെ വൺ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ വരും. ജഗതി ചേട്ടൻ അതൊരു വൺ ഓഫ് ആണ്. ജഗതി ചേട്ടനാണോ വേറൊരാളോടോ നല്ലതെന്ന് ചോദിക്കാൻ വേറൊരാളില്ല. ഉണ്ടോ? മറ്റേപോലെ ചോദിക്കാം, തിലകൻ ചേട്ടനാണോ നെടുപിടി വേണിച്ചേട്ടനാണോ ഇഷ്ടം എന്നൊക്കെ ആൾക്കാർ ചോദിക്കാം. ജഗതി ചേട്ടനാണോ വേറൊരാളാണോ ഇഷ്ടം എന്ന് ചോദിക്കാനായിട്ട് ഒരാളില്ല. ഉണ്ടോ? അതിനെ വെയിറ്റ് ചെയ്ത് നോക്കാൻ വേറൊരാളില്ല. ജഗതി ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? പിന്നെ ഓട്ടോ ഇപ്പോഴും ഫേസ്ബുക്കിൽ ഓടുന്ന ക്ലിപ്പ് അല്ല അത്. ജഗതി ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിരുന്നു. എന്നൊരു വാക്ക് വെച്ചിട്ട് പല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു ഭയങ്കര രസമല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു. ഒരു പെൺകുട്ടി ഒരുങ്ങുന്നത് കാണിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 1.25 മണിക്കൂർ ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ അല്ലേ ഫേസ്ബുക്കിൽ ഓടുന്നത്. എൻ്റെ സിറ്റി എന്ന് പറഞ്ഞാൽ പണ്ടൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് അത് എൻ്റെ ട്രിവാൻഡ്രം കോളത്തിൽ വന്നൊരു കാര്യമുണ്ട്. ഞാൻ സോഷ്യൽ വർക്കറല്ല, എനിക്ക് സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഡാഫോഡിൽസിൻ്റെ വർക്ക് ചെയ്യുന്ന കാര്യത്തെ പറ്റിയൊക്കെ എഴുതിയത്. ഭയങ്കര യാദർശികമായിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അമ്പി എന്നാണ് പേര്, ആക്ടറാണ്. അവനും ചേച്ചിയും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റി അവൻ എന്നോട് പറഞ്ഞു. അവനെ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. സ്പോൺസർ എന്നൊന്നും എനിക്ക് അവനെ പറയാൻ പറ്റില്ല, കുറച്ച് വേറെ വാക്കാണ്. പക്ഷേ അവന് എന്തൊരു സ്നേഹമെന്ന് അറിയോ ചേച്ചിയുടെ അടുത്ത്. അമ്പിയുടെ കഥ പറയുകയാണെങ്കിൽ, ഞങ്ങൾ നാടക സംഘത്തിൽ ഞങ്ങളെല്ലാം വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു വാമപ്പിന് വേണ്ടി എല്ലാവരും കൂടെ വോളിബോൾ കളിക്കും. എല്ലാ ആക്ടേഴ്സും ഡയറക്ടർ എല്ലാവരും കൂടെ കളിക്കും. അപ്പോൾ ഈ അന്നൊരു വർക്ക്ഷോപ്പ് ഉണ്ട് പിറ്റേ ദിവസം. അപ്പോൾ ഒരു പയ്യനിങ്ങനെ ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു പയ്യനിങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കി. ഞാൻ ചോദിച്ചു എന്തോടെ പേരെന്ന്? പ്രദീപ് എന്നാന്ന് പറഞ്ഞു. അതവിടെ വെച്ചിട്ട് പിന്നെ കളിക്കാൻ കയറുന്നു പറഞ്ഞു. അപ്പം അതിൻ്റെ ബാഗ് അവിടെ വെച്ചിട്ട് മുണ്ട് പടക്കി കുത്തി ഞങ്ങളുടെ അവിടെ കളിക്കാൻ കയറി. നല്ല രസമായിട്ട് കളിക്കുന്നത്, നല്ല രസമായിട്ട് ടീമിലൊക്കെ ചേർന്നു. ഒരു 10 കഴിഞ്ഞാൽ നീ ഇനി പോണ്ട ഇവിടെ നില്ലെന്ന് പറഞ്ഞു. ശരിയായി ചെയ്തു. പിന്നെ അവൻ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പോയേ ഇല്ല, അവനവിടെ നിന്നു. ആ നാടകസംഘത്തിൻ്റെ ഭാഗമായി. നരിപ്പറ്റ രാജുവിൻ്റെ കത്തും കൊണ്ടാണ് വരുന്നതെന്ന് പോലും എനിക്കറിയാതെ ഒരു പയ്യൻ ഇങ്ങനെ കയറി വരുവാണ്. അപ്പോൾ ഞാൻ നരിപ്പറ്റ രാജുവിൻ്റെ കത്തൊക്കെ പിന്നെ കാണിക്കുന്നു, രാജുഭാഷ പറഞ്ഞിട്ട് വരികയാണ് വർക്ക്ഷോപ്പിനെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. ഞാൻ ഈ കളിച്ചോണ്ടിരിക്കുമ്പോൾ എവിടെ നീ പോണ്ട കേട്ടോ, നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. ശരി ചേച്ചി. അങ്ങനെ അവൻ ആ നാടകസംഘത്തിൻ്റെ ഭാഗമാവുകയാണ് 2016 വരെ. അപ്പോൾ നാടകസംഘത്തിൽ മിടുക്കനായ എല്ലാവരും 4 നാടകത്തിൻ്റെ സ്റ്റേജ് മാനേജറാവുന്നു. അമ്പിക്കില്ലാത്ത സ്കില്ലൊന്നുമില്ല, ഭയങ്കര സ്കിൽഡാണ് ആ കുട്ടി. ആർട്ട് ചെയ്യും, പെയിൻറ്റ് ചെയ്യും, കാർപ്പൻറ്റർ ഒരു കസേര പണിതുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. 4 നാടകത്തിൻ്റെയും സ്റ്റേജ് മാനേജറായിരുന്നു. ഭയങ്കര പെർഫെക്ഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒരു പയ്യനാണ്. ഐസ് കെട്ടി പെയിൻ്റ് അടിക്കുമെന്ന് അറിയില്ല, അതുപോലെ ജോലി എടുക്കുന്നൊരു പയ്യനാണ്. അത് കഴിഞ്ഞ് അഭിനയിൽ ചെറിയ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഇവനെ എന്ത് ചെയ്യും, അവനോട് നിൽക്കാൻ പറഞ്ഞല്ലേ. അപ്പോഴത്തേക്ക് ജ്യോതിഷ് പറഞ്ഞു ഇവനെ എന്തെങ്കിലും പഠിപ്പിക്കണം, മിടുക്കനാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നീനാസത്തിൽ പോയി പഠിക്കട്ടെ എന്നുവെച്ചാൽ അമ്പിയുടെ സ്കില്ല് അങ്ങനെ കളയാൻ പറ്റത്തില്ല, അവൻ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ നീനാസ്തി വിട്ടു, അവൻ പഠിച്ചു. അവിടെ ഞാൻ പഠിപ്പിച്ചു എന്നൊന്നും പറയില്ല, ഞാനവനെ ആ സമയത്ത് ഫീസ് കൊടുക്കാനുള്ള പൈസ കൊടുത്തു. അവൻ തന്നെ പഠിച്ചത്. അവൻ മിടുക്കനായതുകൊണ്ട് അവൻ പഠിച്ചു. കന്നഡ ഒക്കെ പഠിച്ച് റെപ്പട്രിയിലൊക്കെ കിട്ടി അവന്. പക്ഷേ ഇപ്പോഴും സിനിമയിലുണ്ട്, 18-ാം പടിയിൽ അഭിനയിച്ചു. കുറച്ച് സിനിമകളൊക്കെ ആയിട്ടുള്ളൂ. അമ്പിയുടെ സ്കില്ലൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കാലത്ത് അമ്പി നല്ല രീതിയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഒരുപാട് പ്രാർത്ഥിക്കുന്ന അമ്പിക്ക് വേണ്ടി എനിക്ക് എപ്പോഴും മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ മൂറും അതുപോലെ ഒരാളാണ്. മൂറിനെയും ഇതുപോലെ 18-ാം പടിയിൽ ശങ്കരനോട് ഞാനാണ് പറഞ്ഞത് ഇങ്ങനൊരു പയ്യനുണ്ടെന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ അവന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. ഇപ്പം മൂറിൻ്റെ കൂടെ ഒരു തമിഴ് പടം ചെയ്തു ഞാൻ. അപ്പം നമ്മുടെ മക്കളൊക്കെ നാടകത്തിലൊക്കെ ഉള്ള പിള്ളേർ
അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ട് വിഷ്ണു. കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അത് ഇങ്ങനെയൊക്കെ കാണിക്കണ്ടേ, അല്ലാതെ ഇങ്ങനെ ആക്ടിവിസം എന്നുള്ളതിന് ഇങ്ങനെയും ഒരു രൂപമുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ ഭാഗവ വിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് മതി. ഒരുപാട് പേരുടെ ഒന്നും നമുക്ക് നടക്കില്ല. അല്ല, അവനോട് ഞാൻ അന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് അല്ലേ അത്. അവനിനി ഇത് ഇവിടെ കഴിഞ്ഞു കേട്ടോ, ഇനി ദീപയ്ക്കോ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ അവൻ്റെ സ്കില്ല് അത്രയ്ക്കും വളർന്നു. അവന് വന്ന പയ്യനേ അല്ല, എക്സെപ്ഷണൽ. അതും അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. അവനവിടെ നിന്ന് തണുപ്പത്തും ഇതിലും ജോലി ചെയ്ത് വെളുപ്പംകാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് കോസ്റ്റ്യൂം മുഴുവനും കഴുകിയിട്ട് ആ മുഴുവൻ പേരുടെയും കാര്യങ്ങളും നോക്കി, അതിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് സാധനം വാങ്ങിക്കാൻ പോകുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നാടകത്തിന് വേണ്ടി അത് ചലഞ്ചിങ്ങാണ്. 4 നാടകം സമ്മർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ്ങാണ്. അമ്പി ഒറ്റയ്ക്കായിരുന്നു നോക്കുന്നത്. അപ്പോൾ അത്രയും മിടുക്കനായ ഒരു പയ്യനെ നമുക്ക് അവൻ്റെ കൈ പിടിക്കണം എന്നുള്ളത് നമുക്ക് ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ അവനെ കൂടുതൽ പഠിപ്പിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം വന്നാണ് ചെയ്തത്. അവൻ്റെ ഒരു ടാലൻറ്റിനനുസരിച്ച് അവനെ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഭയങ്കരമായ സങ്കടം. അത് എന്തെങ്കിലും വരും.